അത് മാത്രമല്ല സൈനിക കണക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല കർണൽ പുരോഹിതിന് ഒരു ഓർഗനൈസേഷൻ തന്നെ ഉണ്ടായിരുന്നുള്ള കാര്യങ്ങൾ പലരും അന്ന് നമ്മൾ സംസാരിച്ചായിരുന്നു. പക്ഷേ ആ ഓഫീസേഴ്സ് എല്ലാം മാറി പുതിയ ഓഫീസേഴ്സ് ആണ് ഇവർ ഇൻവെസ്റ്റിഗേഷൻ വന്നത്. ഈ മോട്ടോർ സൈക്കിൾ യൂസ് ചെയ്തത് അത് പ്രഗ്യാ സിംഗിന്റെ പേരിൽ രജിസ്റ്റേർഡ് ആയിരുന്നു. അങ്ങനെ പല പല തെളിവുകൾ. അപ്പോൾ ഒരു കുറ്റവുമില്ലാതെ അവരെ അക്വിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു താക്കീത് പോലും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു പ്രിക്കോഷൻ പോലും ഇല്ലാതെ. അപ്പം ബേസിക്കലി ഇതൊരു മെസ്സേജ് കൊടുക്കുന്നത് ഒരു സമൂഹത്തിന് നിങ്ങൾ പോരാടിക്കോ, ഞങ്ങള് കാര്യങ്ങളെല്ലാം പുറകിൽ നോക്കിക്കോളാന്നുള്ളൊരു വേർഡിക്റ്റ്, ഒരു മെസ്സേജ് ആണ് ഗവൺമെന്റ് വക്കീൽമാരും ഗവൺമെന്റ് ആർഗ്യുമെന്റും ഈ മെസ്സേജ് കൊടുക്കുന്നത്. സന്തോഷ്, മറ്റൊരു കാര്യം കൂടി, കേസിന്റെ തുടക്കത്തിലെ കേസിനെ തുടർന്ന് നിരപരാധികളായ നിരവധി ചെറുപ്പക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരുന്നു. പിന്നീട് മഹാരാഷ്ട്ര ATC കേസ് അന്വേഷിക്കുകയും പിന്നീട് ഇവരിലേക്ക് അന്വേഷണം എത്തുകയായിരുന്നു, അങ്ങനെയല്ലേ? ആദ്യം എൻപ്രോംപ്റ്റോ അറസ്റ്റ് ആയിരുന്ന അത് ലോക്കൽ ഏരിയയിലുള്ള ആൾക്കാരായിരുന്നു പലരും അറസ്റ്റ് ആയിരുന്നു. നമ്മളൊരു കാര്യം സാഹചര്യം മനസ്സിലാക്കണം. റംസാന്റെ മന്തില് വൈകുന്നേരം റംസാന്റെ നമ്മുടെ നൊയമ്പ് വിടുന്ന സമയത്തായിരുന്നു ഈ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് മാത്രമല്ല അപ്പോഴൊരു നവരാത്രിയുടെ ഫെസ്റ്റിവലും അപ്പൊ അടുത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മനുഷ്യയും കൊണ്ട് ഒരു ഒബ്ജക്റ്റീവും കൊണ്ടായിരുന്നു ഈ ബ്ലാസ്റ്റ് നടന്നത്, ബ്ലാസ്റ്റ് ചെയ്തവർ ഉണ്ടാക്കിയത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബേസിക്കലി നമുക്ക് മനസ്സിലാക്കണം ഈ എലിമെന്റ്സ് ആരാണ് ഈ ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള. അപ്പം ആരും ബ്ലാസ്റ്റ് ചെയ്തെങ്കിൽ ആ ബ്ലാസ്റ്റ് നടന്നല്ലോ, ആരെങ്കിലും ചെയ്തല്ലോ. അപ്പം ഈ ഗവൺമെന്റ് ഇൻവെസ്റ്റിഗേഷൻ ബേസിക്കലി ദേ ഷുഡ് പോയിന്റ് ഔട്ട് ഹൂ ഡിഡ് ഇറ്റ് ദെൻ. ഇറ്റ്സ് നോട്ട് പ്രഗ്യാ സിംഗ് ആൻഡ് പാർട്ടി, ദെൻ ഹൂ ഡിഡ് ഇറ്റ്. അപ്പം അതൊരു വലിയ ചോദ്യമാണ്. ഹലോ, സന്തോഷ് ചോയിയാണ്. നന്ദി സന്തോഷ് ചോയി ഈ വാർത്തയോട് പ്രതികരിച്ചതിനാലും. മാലേഗാവ് സ്ഫോടന കേസിൽ 17 വർഷങ്ങൾക്ക് ശേഷം വിധി വന്നിരിക്കുന്നു. 7 പ്രതികളെയും തെളിവില്ല എന്ന് കണ്ടു വെറുതെ വിട്ടുകൊണ്ട് NIA കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. അന്വേഷണ സംഘം കണ്ടെത്തിയത് ബോംബ് വയ്ക്കാൻ ഉപയോഗിച്ച ബൈക്ക് BJP നേതാവും MP യുമായ പ്രഗ്യാ സിംഗ് ഠാക്കൂറിന്റെ പേരിലുള്ളതാണ് എന്നായിരുന്നു. പ്രഗ്യാ സിംഗ് ഠാക്കൂറിൻ അല്ല ആ ബൈക്ക് ഉപയോഗിച്ചിരുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ കുറ്റവിമുക്തിയാക്കിയിട്ടുള്ളത്.